അഫയറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിതരാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ വിവാഹം കഴിച്ചോളണം. പിന്നെ അയാൾക്ക് ചോയ്സ് ഇല്ല. അത് ഒരേ പ്രായമാണെന്നോ വേറെ മതമാണെന്നോ അല്ലെങ്കിൽ വേറെ പശ്ചാത്തലമാണെന്നോ ഒന്നും പ്രശ്നമല്ല. അവർ കല്യാണം കഴിച്ചു കൊള്ളണം. അതവർ തീരുമാനം. ഏത് അവസ്ഥയിലും അവർ വിവാഹം കഴിക്കാൻ നിർബന്ധിതരാണ്. എന്നാൽ സത്യത്തിൽ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, നമ്മളതിൽ മനസ്സിലാക്കുന്നത് ഒരിക്കലും എന്തല്ല, നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പാണ് അറേഞ്ച്ഡ് മാരേജ്. നമ്മൾ ഒരിക്കലും ഒരു നിർബന്ധിതനല്ല. ഒരു വിവാഹം കഴിക്കേണ്ട സമയമായോ എന്ന് ആദ്യം നോക്കുക. എനിക്കൊരു വിവാഹം കഴിക്കാൻ സമയമായി, എൻ്റെ കോഴ്സ് പൂർത്തിയായോ, എനിക്കൊരു ജോലിയുണ്ടോ, എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്ന് നോക്കിയിട്ട് സമയം തീരുമാനിക്കുന്നു. എന്നിട്ട് ഏത് തരത്തിലുള്ളവരായിരിക്കണം എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അത് നമ്മുടെ ചോയ്സാണ്. അത് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ച് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ. അതിനുശേഷം നമ്മൾ വിവാഹം കഴിക്കുമ്പോഴും നമ്മൾ ആരാണെന്ന് നോക്കി അത് കണ്ട് ഇഷ്ടപ്പെട്ട് അന്വേഷിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ച് പൂർത്തിയായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അഫയർ മാരേജ് എന്ന് പറയുമ്പോൾ അത് ഒരാലോചനയും ഇല്ലാതെ നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ തുടങ്ങുന്ന ഒന്നാണ്. അറേഞ്ച്ഡ് മാരേജ് അങ്ങനെയല്ല. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പോലെ ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്.